അങ്ങനെ ഫൈനലി ഇന്നലെ ദുരന്തർ പോയി കണ്ടു. ഇത് ഒരു 4 മണിക്കൂർ അടുത്തുള്ള സിനിമയായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് അത്ര ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടണം, അപ്പോഴേ നമുക്ക് പോയി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നലെയുള്ള വേറെ കുറേ പ്ലാനുകളൊക്കെ മാറിയപ്പോൾ ഇന്നലെ കുറച്ച് ടൈം കിട്ടി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്ത് തിയേറ്ററിലേക്ക് ചെന്നു, പടം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ സിനിമയിൽ നിന്നൊരു കാര്യം ആദ്യം എടുത്ത് കളയുകയാണ്. ഞാൻ ഈ റിവ്യൂവിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ സാധനം. ഇതിനെപ്പറ്റി നമ്മൾ ഈ സിനിമയിൽ ഈ റിവ്യൂവിൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ആദ്യമേ ഇത് നമുക്കങ്ങ് കളയാം. ഇനി നമുക്ക് സിനിമയുടെ റിവ്യൂയിലേക്ക് വരാം. സിനിമയുടെ റിവ്യൂയിലേക്ക് വരുമ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്കരാജ് സിംഗ് റംഗി എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം. അതിൻ്റെ അവസാനം ഈ ഹംസ അലി മസാരിയുടെ പേരെന്താണ് റിവീൽ ചെയ്യുന്നത്. അയാളുടെ ഫ്ലാഷ് ബാക്ക് കാണിച്ചതാണ്. ഫസ്റ്റ് പാർട്ടി മിസ്സായതും അതാണ്. ഇയാളുടെ ഫ്ലാഷ് ബാക്ക് ആണ്. ചില കുറച്ച് സീൻസുകൾ മാത്രമേ അതിനകത്ത് കാണിക്കുന്നുള്ളൂ. ആ ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആദ്യം ഒരു സമാധാനപരമായിട്ടുള്ള കുടുംബം കാണിക്കും. തൊട്ടടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരു വലിയ ലൈറ്റ്സ് ഒക്കെ ഇട്ട വീട്ടിലേക്ക് ഒരു ആയുധമായിട്ട് ചെന്ന് കയറുന്നതാണ്. എൻ്റെ പൊന്നോ, അവിടെ നിന്ന് തുടങ്ങിയ ഒരു സംഭവം, അവിടെ നിന്ന് കിട്ടിത്തുടങ്ങിയ രോമാഞ്ചം, അവിടെ നിന്ന് പിന്നെ 4 മണിക്കൂറുള്ള സിനിമ പോകുന്നത് ഇങ്ങനെയാ പോകുന്നു. ഒരു 4 മണിക്കൂറൊക്കെ എങ്ങനെ എൻഗേജിങ് ആയിട്ട് ഒരു സിനിമ എടുക്കാന്നൊക്കെ സത്യം പറഞ്ഞാൽ ഈ ആദിത്യധാരനെ കണ്ട് പഠിക്കണം. അതുപോലുള്ള എക്സ്പീരിയൻസ്, ഫുൾ റോമാഞ്ചിഫിക്കേഷൻ, ഫുൾ അഡ്രിനാലിൻ റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തോക്കും കൊണ്ട് ആരി എന്ന് പറഞ്ഞിട്ട് ആരി എക്ക് ചിന്തിടി എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു സോങ് അപ്പോഴാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ സോങ് ഇട്ടിട്ട് ഈ തോക്കും കൊണ്ടൊരു ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഉണ്ടകളുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് പ്യുവറായിട്ടുള്ള അഴിഞ്ഞാട്ടമാണ്. അഡ്രിനാലിൻ റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രിനാലിൻ റഷ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുള്ള വൺ ഓഫ് ദ ടോപ്പ് ആക്ഷൻ സീക്വൻസ് നമുക്ക് അവിടെ കാണാം. ആ ഒരു വയലന്റ് ആയിട്ടുള്ള സീക്വൻസ് അവിടെ കാണാം. എങ്ങനെ ബിഹേവ് ചെയ്താലാണ് കാണുന്നവർക്ക് ആ ഒരു രോമാഞ്ചം കിട്ടുന്ന ആ രീതിയിലാണ് അവിടുത്തെ സംഭവം പോകുന്നത്. ഒരു രക്ഷയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ രീതിയിൽ പടം തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ആദ്യത്തെ ഒരു സമാധാനപരമായിട്ടുള്ളൊരു 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സംഭവം തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയാമല്ലോ, ഇപ്പം ഈ കാലഘട്ടം ഷിഫ്റ്റ് ചെയ്താണെങ്കിൽ ചിലപ്പോൾ 2001 കാണിച്ചിട്ട് പിന്നെ കാണിക്കുക 2002 ആയിരിക്കും, പിന്നെ കാണിക്കുക 2006 ആയിരിക്കും, പിന്നെ കുറേ കഴിയുമ്പോൾ 2002 വരും. അങ്ങനെയാണ് സംഭവം പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ കുറേ കാര്യങ്ങൾ ഡോട്ട്സ് കണക്ട് ആകാതെ ആയിരുന്നു പടം കിടന്നത്. ആ ഡോട്ട്സ് എല്ലാം കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ സെക്കൻഡ് പാർട്ടിലാണ്. റഹ്മാൻ തേക്കട്ടെ, അയാൾ മരിക്കുന്നിടത്താണ് ഫസ്റ്റ് പാർട്ട് കൊണ്ട് നിർത്തിയ. അവിടെ നിന്ന് പിന്നെ തുടങ്ങുന്നുണ്ട്. അവിടെ നിന്ന് ഇയാളുടെ ടോട്ടൽ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവിടെ മെയിനായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യമാണ്, ഈ സിനിമയ്ക്കകത്ത് കാറിനൊന്നും ലോഗോ ഇല്ല എന്നുള്ള കാര്യം. അതായത് ഇപ്പം ഇതിനകത്ത് ഒരുപാട് കാറുകൾ കാണിക്കുന്നത്. ഇപ്പം മാരുതിയുടെ സ്വിഫ്റ്റ് മുതൽ ഫോക്സ്വാഗൻ പോളോ മുതൽ മെഴ്സിഡീസ് ബെൻസ്, BMW, അതുപോലെ തന്നെ ടൊയോട്ട ലാൻഡ് ക്രൂസർ, അങ്ങനെയുള്ള വൈഡ് വെറൈറ്റി ഓഫ് ഹമ്മർ, അങ്ങനെയുള്ള ഒരുപാട് കാറുകൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വണ്ടികൾക്കൊന്നും തന്നെ ലോഗോ കൊടുത്തിട്ടില്ല. ലോഗോയ്ക്ക് വരെ പ്ലെയിൻ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം എന്തെങ്കിലും ഈ തീവ്രവാദം, പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് കമ്പനികളുടെ സൈഡിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉള്ളതുകൊണ്ടാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണോ, അല്ലെങ്കിൽ ചുമ്മാ ഇത്രയും വലിയൊരു എക്സ്പോഷർ കിട്ടുന്ന സിനിമയ്ക്കകത്ത് ഈ ബ്രാൻഡ്സിനൊന്നും വെറുതെ പ്രൊമോഷൻ കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ തീവ്രവാദം അല്ലെങ്കിൽ 2 രാജ്യങ്ങൾക്ക് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മറ്റ് മതക്കാർക്ക് തമ്മിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സിനിമയിൽ, പൊളിറ്റിക്കലി കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന സിനിമയിൽ ഈ ബ്രാൻഡുകളൊക്കെ ഉൾക്കൊള്ളിക്കുമ്പോൾ അവരുടെ റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ അവരുടെ സെയിൽസിനെ അത് ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ബ്രാൻഡുകളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടാണോ അത് റിമൂവ് ചെയ്യുന്ന അറിയില്ല. പക്ഷേ സിനിമ കണ്ടവർക്കറിയാം കാറുകൾക്കൊന്നും തന്നെ ഈ സിനിമയ്ക്കകത്ത് ലോഗോ ഇല്ല. ഫസ്റ്റ് പാർട്ടിൽ തുടക്കത്തിൽ മാത്രം വന്നു പോയിട്ടുള്ള മാധവനൊക്കെ അത്യാവശ്യം നല്ല സ്പേസിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കിഡിലിനായിട്ട് മാധവൻ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അക്ഷയ് ഖന്നയുടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആന്റഗോണിസ്റ്റ് ക്യാരക്ടർ തന്നെയാണ്. ഇതിനകത്ത് ഇപ്പം സഞ്ജയ് ദത്ത്, അതുപോലെ തന്നെ അർജുൻ രാംപാൽ, ഇവരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു അക്ഷയ് ഖന്ന കൊടുത്ത പോലെ പ്രസൻസ്, അത്രയും ഒരു സ്ട്രോങ് ആന്റഗോണിസ്റ്റ് പ്രസൻസ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറില്ല. സഞ്ജയ് ദത്തൊക്കെ വളരെ ന്യൂട്രലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സ്ട്രോങ് വില്ലനായിട്ടൊന്നും സഞ്ജയ് തന്നെ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടില്ല കഥയിൽ. പിന്നെ ഇതിനകത്ത് സ്ട്രോങ് വില്ലനായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന പോലെ തന്നെ അർജുൻ രാംപാലിനെയാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ആദിത്യ തൻ്റെ രാഷ്ട്രീയത്തെ പറ്റി 2 അഭിപ്രായം നിലവിലുണ്ട്. പ്രൊപ്പഗണ്ടയാന്നൊരു ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു, മറ്റൊരു വിഭാഗം ആൾക്കാർ പറയുന്നു പ്രൊപ്പഗണ്ട അല്ലെന്ന്. അപ്പം ഇയാളുടെ ആ ഒരു രാഷ്ട്രീയത്തെ പറ്റി എന്തൊക്കെ അഭിപ്രായം ഉണ്ടല്ലോ, ഇയാളുടെ ഡയറക്ഷനെ പറ്റി, ഫിലിം മേക്കിങ്ങിനെ പറ്റി ഒരൊറ്റ അഭിപ്രായം ഉണ്ടാവുള്ളൂ, ഒരു സൂപ്പർ ഡ്യൂപ്പർ ഡയറക്ടറാണെന്നുള്ള കാര്യം. ഇപ്പം നമുക്ക് ഈ രാജമൗലി, പ്രശാന്ത് നീലിനൊക്കെ എടുത്തു വെക്കുന്ന പോലെ ബോളിവുഡിൽ നിന്ന് ഒരാൾ ഇപ്പം കറൻ്റ്ലി എടുത്തു വെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആദിത്യധാറിനെ എടുത്തു വെക്കാം.
അതുപോലുള്ള കിടിലം മേക്കിംഗ് ആണ്. ഒരു സെക്കൻഡ് പോലും നമ്മളെ ബോറടിപ്പിക്കാതെ ഇങ്ങനെ ചാന്നുള്ള ബാക്ക് ടു ബാക്ക് അഡ്രിനാലിൻ റഷ് വരുന്ന സീൻസ് ആണ് പുള്ളി എടുത്തു വെച്ചേക്കുന്നത്. ഒരു 4 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയൊക്കെ എങ്ങനെ ഇത്രയും ഒട്ടും ലാഗ് തോന്നാത്ത രീതിയിൽ എടുത്തു വെക്കാമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു കഥ എഴുതിയ രീതിയാണെങ്കിലും അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും അത് എങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. ആ രീതിയിലാണ് സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ പാട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് പലപ്പോഴായിട്ട് BGM ആയിട്ടും അല്ലാതെയൊക്കെ ഏകദേശം ഒരു 8-9 പാട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ അല്ലാതെ ഇങ്ങനെ ഈ ടി സീരീസിൽ എടുത്ത് നോക്കിയപ്പോൾ കണ്ടു ചറവറ പാട്ടുകൾ അതിനകത്ത് ദുരന്തർ ദ റിവെഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് ആരി ആരി എന്ന് പറയുന്ന ആ ഒരു പാട്ട് മാത്രമാണ്. അതാണ് ദുരന്തർ ഫസ്റ്റ് പാട്ടിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള പാട്ടുകളെല്ലാം ഹിറ്റാണ്, എല്ലാം നമുക്ക് ഓർത്തിരിക്കാവുന്ന തരത്തിലുള്ള അത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള പാട്ടുകളാണ്. നല്ല അടിപൊളി റൊമാൻറ്റിക് സോങ് ആയിട്ടുള്ള ഗെഹ്രാഹുണ്ട്, ഐറ്റം ഡാൻസ് സെറ്റപ്പിലുള്ള ഷെറാറത്ത് എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. അതുപോലെ തന്നെ ആ ടൈറ്റിൽ രൺവീർ സിംഗിനെ കാണിക്കുന്ന ഇഷ്ക് ജലാക്കർ, അത് ഭയങ്കര ഹിറ്റായിട്ടുള്ള സോങ് ആണ്, നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള സോങ് ആണ് ഇഷ്ക് ജലാക്കർ എന്ന് പറയുന്നത്. അങ്ങനത്തെ സോങ് ഉണ്ട്. പിന്നെ ദുരന്തറിന്റെ ടൈറ്റിൽ ട്രാക്ക്, അതുപോലെ തന്നെ വേറെ സോങ് എടുത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പം റംബ ഹോ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഹവ ഹവ എന്ന് പറയുന്നത്, അതൊക്കെ നല്ല രീതിയിൽ സംഭവം. അതിനകത്ത് പാട്ടുകളുടെ കാര്യത്തിൽ ദുരന്തർ ഫസ്റ്റ് പാർട്ട് തന്നെയാണ് മികച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള സോങ്സ് ഒക്കെ ഇതിനകത്തും അങ്ങനെ പല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടത് ഫീൽ ചെയ്തില്ല. നല്ല പാട്ടുകളാണ്, പക്ഷെ നമുക്ക് അത്ര റിപ്പീറ്റ് വാല്യൂ അല്ലെങ്കിൽ അത്രയും ഓർത്തിരിക്കുന്ന തരത്തിലൊന്നുമില്ല. അതിനകത്ത് ആകെ എനിക്ക് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ആരി ആരി എന്ന് പറയുന്ന സോങ്, പിന്നെ ബലോച്ചുകളുടെ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പുള്ളിയെ റിസീവ് ചെയ്യുന്ന സമയത്ത് ഇട്ടിരിക്കുന്ന ഒരു സോങ്, അത് പിന്നെയും കുഴപ്പമില്ല. പിന്നെ ഇതിനകത്തുള്ള നായികയുടെ കാര്യം, വലിയ രീതിയിലുള്ള ഒരു സ്ക്രീൻ സ്പേസ് ഒന്നും ഫസ്റ്റ് പാർട്ടിൽ നായികയ്ക്കില്ലായിരുന്നു. ഒരു നായിക എന്നുള്ള രീതിയിൽ ചുമ്മാ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നായികയ്ക്ക് സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഒരു കുറച്ചുകൂടി ഇമോഷൻസ് കൊടുത്തിട്ടുണ്ട്. മറ്റേതിനകത്തൊരു കാമുകിയുടെ മാത്രം ഇമോഷൻസ് വരുമ്പോൾ ഇതിനകത്തൊരു അമ്മയുടെ ഇമോഷൻസ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭാര്യയുടെ ഇമോഷൻസ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ലവറായിട്ടുള്ള ഇമോഷൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടി ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് കുറച്ചുകൂടി സ്ക്രീൻ സ്പേസ് നായികയ്ക്ക് ഇതിനകത്ത് ഹീറോയിന് കൊടുത്തിട്ടുണ്ട്. സാറ അർജുനാണ് ഇതിനകത്ത് ഹീറോയിൻ റോള് ചെയ്തിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും പല ഷോർട്സിലും കാണുമ്പോൾ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെയൊക്കെ തന്നെ തോന്നുന്നുണ്ട് അവരെ കാണുമ്പോൾ. പിന്നെ ബലോച്ചുകളുടെ നാട്ടിൽ ആ ബലോച്ചുകളുടെ ലീഡറായിട്ടുള്ള ഷിറാനി അഹമ്മദ് ബലോച്ച് എന്ന് പറയുന്ന ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ബിമൽ ഒബ്രോയാണ്. അദ്ദേഹത്തിന് ഇതിനകത്ത് കുറച്ച് നല്ല സ്പേസ് ഉണ്ട്, നല്ല രീതിയിൽ ആ ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ജമീൽ ജമാലി, പുള്ളിയുടെ ക്യാരക്ടർ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. അത്യാവശ്യം അടിപൊളി ഒരു ക്യാരക്ടറായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല ട്വിസ്റ്റുകളും പുള്ളിയുടെ ക്യാരക്ടർ കൊണ്ടുവരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ആർക്കാണ് ജമീൽ ജമാലിക്ക് കൊടുത്തിരിക്കുന്നത്, ആ ജമീൽ ജമാലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ സഞ്ജയ് ദത്ത് ഞാൻ പറഞ്ഞല്ലോ, സഞ്ജയ് ദത്തിന് പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പിന്നെ ഉസൈർ ബലോച്ച് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ഉസൈർ ബലോച്ചിനെയും ഈ പടത്തിനകത്ത് വലിയ രീതിയിൽ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറില്ല. പുള്ളിക്കും സ്ക്രീൻ സ്പേസ് ഈ ഒരു ദുരന്തർ 2 കുറവാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദുരന്തറിന്റെ ഫസ്റ്റ് പാർട്ട് ഒരു മൾട്ടി സ്റ്റാർ പടം പോലെ 2-3 പേരാണ് ഹെഡ് ചെയ്തിരുന്നതെങ്കിൽ ദുരന്തർ 2 വരുമ്പോൾ ഇത് ഔട്ട് ആൻഡ് ഔട്ട് രൺവീർ സിംഗിന്റെ ഷോൾഡറിലാണ് ഈ സാധനം ഇരിക്കുന്നത്. രൺവീർ സിംഗ് ആണ് ഈ ഒരു സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രൺവീർ സിംഗിന്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ തീർച്ചയായിട്ടും പറയണം. ഇപ്പം ബോളിവുഡിലൊരു ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതായത് സൂപ്പർ സ്റ്റാർ എറ അവസാനിച്ചു, ഷാറുഖ് ഖാനും സൽമാൻ ഖാനും ഒക്കെ ശേഷം ഇനി മറ്റൊരു സൂപ്പർ സ്റ്റാർ എറ, അങ്ങനെ ഒരു കോംബോ സൂപ്പർ സ്റ്റാർ എറയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് 2 പേര് അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. കാരണം ആനിമൽ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക്, ആ ഒരു ഇമേജിലേക്ക് രൺബീർ കപൂർ വന്നപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തിന് ശേഷം 2023 ഡിസംബറിലാണ് അനിമൽ റിലീസ് ആകുന്നത്. ഏകദേശം അതുപോലെ തന്നെ 2 വർഷത്തിന് ശേഷം 2025 ഡിസംബറിൽ ദുരന്തർ എന്ന് പറയുന്ന സിനിമയിലൂടെ രൺവീർ സിംഗും ആ ഒരു സൂപ്പർ സ്റ്റാർ ഇമേജിലേക്ക് വന്നിരിക്കുകയാണ്. രൺവീർ സിംഗ് ഒരു ആക്ടറായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു, പക്ഷെ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്നുള്ള രീതിയിലൊന്നും രൺവീർ സിംഗിന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ രീതിയിലായിരുന്നു പുള്ളിയുടെ ഇതിനു മുമ്പുള്ള ക്യാരക്ടേഴ്സും സിനിമയും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ രൺബീർ കപൂറിന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. അനിമലിന് മുമ്പ് ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലൊന്നും പുള്ളിയെ പറയാൻ പറ്റില്ല, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. പക്ഷെ ഈ 2 സിനിമ വന്നോടെ 2 പേര് ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ ബോളിവുഡിലെ പുത്തൻ താരോദയം എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2 പേരും അവരുടെ 40s അവരുടെ പ്രൈം ടൈമിലാണ് അവർ നിൽക്കുന്നത്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് അവരുടെ 40s എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ വിജയ് ഒക്കെ നോക്കുകയാണെങ്കിൽ 40s വലിയൊരു സ്റ്റാർ മെറ്റീരിയൽ ആയിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു സ്റ്റാർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവരുടെ പ്രൈം ടൈമാണ് 40s എന്ന് പറയുന്നത്. ഈ 2 ആക്ടേഴ്സും അവരുടെ ആ ഒരു 40s ആയപ്പോൾ കറക്റ്റായിട്ട് അത് റിവീൽ ചെയ്ത് 2 പേരും അവരുടെ സ്റ്റാർഡം ഉറപ്പിച്ചു എന്നുള്ളതാണ്. 2 പേരും 2 തരത്തിലുള്ള ആക്ടേഴ്സ് ആണെന്നുള്ളതാണ് വേറൊരു കാര്യം. രൺബീർ കപൂറിനെ നോക്കുകയാണെങ്കിൽ പുള്ളി കൂടുതലായിട്ട് നമ്മുടെ ലാലേട്ടനെ പോലെയൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആക്ടറാണ്. പുള്ളി ഏത് റോൾ ചെയ്താലും അതിനകത്ത് നമുക്ക് രൺബീർ കപൂറിനെ കാണാൻ പറ്റും. പക്ഷേ ഇങ്ങനെ രൺവീർ സിംഗിനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ കൂടുതലും ഈ ഒരു മെത്തേഡ് ആക്ടറാണ്.
അങ്ങേര് ഏത് ക്യാരക്ടറിനകത്തൊക്കെ എടുത്തിടുന്നത് ആ ക്യാരക്ടറായിട്ട് മാറും. പുള്ളിയുടെ ബിഹേവിയറോ കാര്യങ്ങളോ ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിയുടെ ഓഫ് സ്ക്രീനിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറും ഓൺ സ്ക്രീനിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ആ ക്യാരക്ടറായിട്ട് പുള്ളി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുള്ളി അതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള ആക്ടിങ് ശൈലി പിന്തുടരുന്ന ആൾക്കാരാണ്. ഇപ്പം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് നോക്കുകയാണെങ്കിൽ രൺബീർ കപൂറിനെയാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. കാരണം ബർഫി കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഫാൻ ആയതാണ്. അപ്പോൾ അങ്ങനെ കുറേ സിനിമകൾ പുള്ളി പണ്ടേ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബർഫി, യേ ജവാനി ഹേ ദിവാനി, സഞ്ജു, ബ്രഹ്മാസ്ത്ര, ഇപ്പം ആനിമൽ, ഇങ്ങനെ ഒരു 5 സിനിമ പുള്ളിയുടെ ഏറ്റവും ടോപ്പ് ഫേവറേറ്റ് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 5 സിനിമകളുണ്ട്. സെയിം രൺവീർ സിംഗിനെ നോക്കുകയാണെങ്കിൽ എനിക്ക് രൺവീർ സിംഗിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളെന്ന് പുള്ളിയുടെ ഫസ്റ്റ് സിനിമ ബാൻ ബജാ ഭാരത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ലേഡീസ് വേഴ്സസ് റിക്കി ബാൽ ആ ഒരു സിനിമ ഇഷ്ടമാണ്. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ എനിക്ക് ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റിയ സിനിമകളൊന്നുമില്ല. പക്ഷേ ക്യാരക്ടർ അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഇപ്പം പത്മാവതിലൊക്കെ നോക്കുകയാണെങ്കിൽ അലാവുദ്ദീൻ ഖിൽജിയായിട്ടൊക്കെ അസാധ്യ പെർഫോമൻസ് ആണ്. സോ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ പുള്ളി പണ്ടേ പുള്ളിയുടെ കഴിവ് തെളിയിച്ചാണ്. അലാവുദ്ദീൻ ഖിൽജി എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടറെല്ലാം അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ ചെയ്തെങ്കിലും ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്ന് പറയുന്ന രീതിയിൽ പുള്ളിക്ക് വരാൻ സാധിച്ചിരുന്നില്ല. പുള്ളി എപ്പോഴും പല ഷാഡോയിൽ പെട്ട് കിടക്കുകയായിരുന്നു. പക്ഷെ അത് നീക്കി പുള്ളി ഒരു സ്റ്റാർ മെറ്റീരിയൽ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് തിരിച്ചു വന്ന ഈ ദുരന്തം എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഇനിയിപ്പം പുള്ളിയുടെ സ്റ്റാർഡത്തിൻ്റെ പീക്കിലേക്കായിരിക്കും പോകുന്നത്. അടുപ്പിച്ച് 2 വലിയ മേജർ ഹിറ്റുകൾ, ദുരന്തർ ഫസ്റ്റ് പാർട്ടും ദുരന്തർ ദ റിവെഞ്ചും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം സൂപ്പർ സ്റ്റാർ എറ അവസാനിച്ചിട്ടില്ല. അടുത്തൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് രൺവീർ സിംഗ് എന്തായാലും ബോളിവുഡിൽ ഉണ്ട്. ഇനിയിപ്പം ഇവർ രണ്ടുപേരും തമ്മിലായിരിക്കും കമ്പാരിസൺ, ക്ലാഷ്, അങ്ങനെയുള്ള ഫാൻ ഫൈറ്റ് ഒക്കെ ചിലപ്പോൾ വരാൻ പോകുന്നത്. ഫാൻ ഫൈറ്റ് ഒന്നും വരുമെന്ന് എനിക്ക് അത്ര അറിയില്ല. കാരണം പണ്ടത്തെ ആൾക്കാരെ പോലെ അത്രയും ഒരു ഇതായിട്ടുള്ള ജനറേഷൻ അല്ല ഇപ്പോൾ. പക്ഷേ 2 പില്ലേഴ്സായിട്ട് ബോളിവുഡിൽ നിൽക്കാൻ പോകുന്ന ഇവർ രണ്ടുപേരും തന്നെ ആയിരിക്കും. പിന്നെ ഈ കഥ ഫുൾ ഇവിടം കൊണ്ട് തീരെയാണ്. ദുരന്തറിന്റെ ഫുൾ ആ ഒരു ഇത് ആദ്യത്തെ ഒരു 3 മണിക്കൂറുള്ള സിനിമ, 3-3.5 മണിക്കൂറുള്ള സിനിമ, ഇപ്പോഴത്തെ ഒരു 4 മണിക്കൂറുള്ള സിനിമ, ഏകദേശം ആ ഒരു 7-7.5 മണിക്കൂർ കൊണ്ട് ഈ സിനിമ ഫുള്ള് തീരെയാണ്. സോ പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഓഫ് ബീറ്റ് 3rd വേർഷൻ ഇറങ്ങിയിരുന്നേ കൊള്ളായിരുന്നുള്ളത്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇയാളുടെ ജീവിതം എന്തായിരിക്കും. ഇപ്പൊ ദുരന്തർ 2 ദ റിവെഞ്ച് കണ്ട ആൾക്കാർക്ക് അറിയാം എവിടെയാണ് ഈ സിനിമ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ അവിടെ നിന്ന് ഇയാളുടെ ഇനിയുള്ള ലൈഫ്, കാരണം ഇപ്പൊ ഇയാൾക്ക് ഏകദേശം എന്തോ ഒരു 40 വയസ്സ് പ്രായം കാണും. 40 വയസ്സെന്നൊക്കെ പറയുന്നത് അങ്ങനെ വലിയ പ്രായമൊന്നുമില്ല. ഇനി ഇയാളുടെ ഈ കഥ തീരുമ്പോൾ ഇയാൾക്ക് ഒരു 40 വയസ്സാണ് പ്രായം. ഇനിയുള്ള ഇയാളുടെ ലൈഫ് എന്തായിരിക്കും അറിയാൻ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. സോ ഇപ്പോൾ എക്സ്പാൻഡ് സീരീസിലൊക്കെ ലോഗൻ എന്ന് പറയുന്ന ഒരു ഓഫ് ബീറ്റ് പടം ഇറക്കിയ പോലെയൊക്കെ വേണമെങ്കിൽ ആദിത്യധാരണോ അല്ലെങ്കിൽ ജിയോ സ്റ്റുഡിയോസിനോ ഈ പറയുന്ന പോലെ ഇതിന്റെ ഒരു ഓഫ് ബീറ്റ് വേർഷൻ വേണമെങ്കിൽ ഇറക്കാം. വലിയൊരു കൊമേഴ്ഷ്യൽ, വലിയ ബഡ്ജറ്റ് ഒന്നും മുടക്കാതെ അങ്ങനെ ഒരു സാധനം ഇറക്കിയാലും അതും അത്യാവശ്യം ചിലപ്പോൾ ആൾക്കാർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. എങ്ങനെയായിരിക്കും അയാളുടെ ലൈഫ്. ഈ ദുരന്തറിന്റെ വലിയ ഇത്രയും മാസീവ് ഹിറ്റ് കാരണം തീർച്ചയായിട്ടും അതും ആൾക്കാർ കാണും. അപ്പോൾ എനിക്ക് പേഴ്സണലി അതൊന്നും അറിയാൻ താല്പര്യമുണ്ട്. ഇനി ഇയാളുടെ ലൈഫ് എന്തായിരിക്കും മുന്നോട്ട്, ഇയാളുടെ കുടുംബജീവിതം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്, അതിനകത്ത് ഇനി എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവുമോ, പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു. അതിനെപ്പറ്റിയൊക്കെ അറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. രാജ്കുമാർ ഹിറാനിയൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഓഫ് ബീറ്റ് പടം അങ്ങനെ റൺ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരിക്കും. ചിലപ്പോൾ അത് കൂടുതൽ ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു അസാധ്യ പടമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഡയറക്ടറിന്റെ വലിയൊരു ധൈര്യം എന്നൊക്കെ പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിനൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ദാവൂദ് ഇബ്രാഹിം ആയിട്ട് തന്നെ പഴയ ഫോട്ടോ വെച്ച് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു അസാധ്യ സാധനമായിരുന്നു. പിന്നെ ഈ ജമീൽ ജമാലിയുടെ ഒരു സാധനമൊക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഔട്ട് ആൻഡ് ഔട്ട് വയലൻസ് മൂവിയാണ് ദുരന്തർ ദ റിവെഞ്ച് എന്ന് പറയുന്നത്. ഒന്നും പറയാനില്ല. ഇതിനകത്ത് ഒരു നെഗറ്റീവും എനിക്ക് പറയാനില്ല. ഞാൻ അതുകൊണ്ടാണ് ആകെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഈ ആൾക്കാർ എന്തെങ്കിലും പറയുന്നത് ഇതിനകത്തുള്ള രാഷ്ട്രീയമായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ അതെടുത്ത് കീറിക്കളഞ്ഞത്. ഇങ്ങനൊരു പടമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ ആര് ചിന്തിക്കുന്നു, ആ പടം കണ്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ എമ്പുരാന്റെ റിവ്യൂ പറഞ്ഞപ്പോഴും ഞാൻ അപ്പോഴും അതിനകത്ത് പൊളിറ്റിക്സിനെ പറ്റിയൊന്നും സംസാരിച്ചില്ല. ഞാൻ പടം ജസ്റ്റ് എൻജോയ് ചെയ്ത് അതിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞത്. സോ ഈ സിനിമയ്ക്കകത്ത് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. പൊളിറ്റിക്സിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. ആ രീതിയിലാണ് ആദിത്യദാർ ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സോ ഹാറ്റ്സ് ഓഫ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനിയും ഈ സിനിമ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അല്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ വയലൻസ് സിനിമകൾ കാണാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഞാൻ കാണാൻ പറയില്ല. പക്ഷെ അത്യാവശ്യം വയലൻസ് സിനിമയൊക്കെ കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും.